ദേശഭക്തി ഗാന വിവാദം മറ്റ് വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള CPM ശ്രമമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ഗാനത്തിന്റെ ഒരു വാക്കിൽ പോലും RSSനെ പരാമർശിക്കുന്നില്ല. ദേശഭക്തിയാണ് ഗാനത്തിന്റെ ആശയം. RSS പാടുന്ന വന്ദേമാതരം പാർലമെന്റിൽ പാടുന്നില്ലേ എന്നും ജോർജ് കുര്യൻ ചോദിച്ചു. പക്ഷേ കോൺഗ്രസിൻ്റെ നേതാവ്, കർണാടകയിലെ ഉപമുഖ്യമന്ത്രി, അദ്ദേഹം നിയമസഭയിൽ തന്നെ ഗണഗീതം പാടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കന്മാർക്കും ഇത് കാണാതെ പാടാൻ അറിയാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാർക്സിസ്റ്റ് പാർട്ടിയും കണ്ടെത്തേണ്ടതാണ്. ഇനി കുട്ടികൾ ഇത് ഗീതമായിട്ട്, കുട്ടികളുടെ ഗാനമായിട്ടൊരു സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതിനെന്താണ് കുഴപ്പം? ഇതിൻ്റെ അകത്ത് ഹിന്ദു എന്നുള്ള ഒരു വാക്ക് പോലും, പിന്നെ ഞാനിപ്പോൾ അത് വ്യാഖ്യാനിച്ച് ഹിന്ദു ആക്കിയതാണ്. വേണമെങ്കിൽ നിർമാല്യം, അമ്മയെ രാവിലെ എഴുന്നേറ്റ് അമ്മയെ വിളിക്കുന്നതും അമ്മയെ തൊഴുന്നതുമൊക്കെ വീട്ടിലെ മക്കളുടെ കാര്യമായി പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് കുഴപ്പം എന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതിനെ മറികടക്കാൻ ഏറ്റവും നല്ല മാർഗം ജനുവരി 1-ാം തീയതി സമ്പൂർണ്ണ സമ്പന്ന പാർട്ടിയായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയെ പ്രഖ്യാപിച്ചാൽ മതി. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, നമ്മൾ ഈ വിഷയത്തിൽ CPMനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഒരിക്കലും ദേശീയത ഉയർത്തിപ്പിടിക്കുന്നവരല്ല. ഒപ്പം കിട്ടുന്ന അവസരത്തിലൊക്കെ ഭാരതാംബയെ നിന്ദിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണമല്ലോ ഇത്തരത്തിലുള്ള പല നീക്കങ്ങളും ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. എന്തായാലും ഈ സ്കൂൾ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ജിജീഷ് പറയും. രാജി, ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് തന്നെയാണ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം ഈ ദേശഭക്തി ഗാനം ചൊല്ലുന്നത് എങ്ങനെയാണ് വിവാദമാക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വിവാദമാക്കുന്നത്? കുട്ടികൾ നിഷ്കളങ്കമായി അവരുടെ ദേശീയ ഉയർത്തുന്ന അവരുടെ മനസ്സിൽ നിന്ന് വന്ന വരികൾ അവർ ചൊല്ലിയതായിരുന്നു. അങ്ങനെ എങ്ങനെയാണ് വിവാദമാക്കുന്നത്? അത് തന്നെയാണ് സമൂഹത്തിന്റെ നാനാ മേഖലകളിലുള്ള ആളുകൾ, ദേശീയത ഉയർത്തുന്ന ആളുകൾ ചോദിക്കുന്നത്. അത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആണെങ്കിലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആണെങ്കിലും മറ്റ് സമൂഹത്തിലെ നാനാ തുറകളിലുള്ളവർ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയാണ്. ഇത് എങ്ങനെയാണ് വിവാദമാക്കുന്നത്, എന്തടിസ്ഥാനത്തിലാണ്? അതിന് CPMന് ചില ചില പ്രത്യേകമായി തന്നെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നീക്കങ്ങളാണ് CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ആ ഒരു താല്പര്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുന്നത്. അത്തരം കാര്യങ്ങൾക്ക് കോൺഗ്രസ് കൂടി കുടപിടിക്കുന്നു എന്ന കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. ജോർജ് കുര്യൻ പ്രധാനമായും ചോദ്യവും അത് തന്നെയാണ്. ഈ ഒരു ദേശഭക്തിപരമായ ഗാനം വിവാദമാക്കിയത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഗാനത്തിൽ ഒരു വാക്കിൽ പോലും RSSനെ കുറിച്ച് പരാമർശിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ താല്പര്യങ്ങൾ ഉണ്ട് എന്ന ഒരു വരി പോലും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വരി പോലും അതിൽ കാണാനും കഴിയില്ല. ഈ ഒരു വരികളെയാണ് ഇത്തരത്തിൽ വലിയ തോതിൽ വിവാദങ്ങൾക്കിടയാക്കുന്നത്. കുട്ടികൾ ഇതിൽ പാടിയതിൽ യാതൊരു തരത്തിലുള്ള തെറ്റുമില്ല. BJP എല്ലാ വേദികളിലും ഇത് ആലപിക്കണം എന്ന ഒരു ആഹ്വാനം തന്നെയാണ് മന്ത്രി നൽകുകയും ചെയ്യുന്നത്. മാത്രമല്ല, നേരത്തെ വന്ദേമാതരം പാർലമെന്റിൽ പാടുന്നില്ലേ എന്ന ചോദ്യം അദ്ദേഹം ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. വന്ദേമാതരം പോലും പാർലമെന്റിൽ പാടുമ്പോൾ കുട്ടികൾക്ക് എന്തുകൊണ്ട് ദേശഭക്തി പരമായ ഒരു ഗാനം ചൊല്ലിക്കൂടാ എന്ന ചോദ്യമാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. ദേശഭക്തി ഗാന വിവാദം മറ്റ് വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള CPM ശ്രമമാണ് എന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പ്രതികരിച്ചത്. കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ജിജീഷ് കരുണാകരൻ.